ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് ഫുഡ് അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും ക്ലാസ്സില്ല, പിന്നെ എൻ്റെ ക്ലാസ് ഞാൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്ന് രാത്രിയത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ ഇറങ്ങാൻ പോകും. അപ്പോൾ ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം ഇടാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ കുളിച്ചുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ ഇപ്പോൾ എല്ലാം ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്തോ എനിക്ക് ഇടാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മാസിൻ്റെ ലിപ്സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്തതാണ് കേട്ടോ. ഇത് ഷെയ്ഡ് നമ്മുടെ ബ്ലഡി ഏതായിരുന്നു, ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഇതിൻ്റെ ലിങ്ക്. ഈ പ്രൊഡക്റ്റിൻ്റെ നല്ല ഷെയ്ഡാണ് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മുടെ സ്കിൻ ടോൺ ഒന്നും കൂടി ബ്രൈറ്റൺ ആക്കുക കേട്ടോ ഇതിടുമ്പോൾ. അപ്പോൾ നല്ല അതേപോലെ നല്ല ഫോമുലയാണ്, നല്ല വാട്ടർ പ്രൂഫുമാണ്. ഇതിൻ്റെ വേറെ ഒരു ഷെയ്ഡും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വേറെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്മലും കൂടി ഇടാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുടിയൊന്ന് മാറ്റി കെട്ടിയായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ ഭയങ്കര നെറ്റ് കയറി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ മുടി ഇങ്ങനെ എനിക്ക് തോന്നുന്നു അവിടെ അത്യാവശ്യം നന്നായി കൊഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മുടെ റോസ്മേരി വാട്ടർ ഒന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ ഞാനത് യൂസ് ചെയ്യാൻ, ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ക്രീം സ്റ്റേഷൻ, പുതിയതായി തുടങ്ങിയ ഒരു ക്രീം സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടെ പോകുന്നത്. ഈ ക്രീം സ്റ്റേഷൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഏട്ടനാണ് അവിടെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ ടൗണിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ക്രീം സ്റ്റേഷൻ പോരട്ടെ, അപ്പയോ കൊഞ്ചോ നെയ്മീനോ എല്ലാം പോരട്ടെ, എല്ലാരും അടിച്ചു കയറി വാ. ഇവിടുന്ന് കഴിക്കുന്നത് തിരക്കൊന്നുമില്ലല്ലോ. ഞാൻ അതെ, ഒരാളെയും കാണുന്നില്ല. നോക്കാം, നമുക്ക് 1-2 ഐറ്റം കഴിക്കാം. സമയം നല്ല മഴയായതുകൊണ്ട് തന്നെ ടൗണിൽ കറണ്ടൊക്കെ പോയാർക്കായിരുന്നു. അപ്പോൾ അവർ ജനറേറ്റർ വെച്ചിട്ട് തൽക്കാലം ഒരു ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസ് ചില സമയത്ത് വെളിച്ചമുണ്ട്, ചില സമയത്ത് ലൈറ്റ് ഇല്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചീസ് ലോഡഡ് ചിക്കൻ ഫ്രൈസ്, പിന്നെ അതേപോലെ ക്ലബ് സിംഗർ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അത് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് വന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അതാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സംഭവം എത്തി. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഫ്രൈസ് തന്നെയായിരുന്നു, ഭയങ്കര ക്രിസ്പി ആയിരുന്നു. അതുപോലെ തന്നെ സാൻഡ്വിച്ചും അതെ കേട്ടോ, സാൻഡ്വിച്ചും നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഫ്രൈസ് തന്നെയാണ്. ഏട്ടനും അതെ, കുറച്ചും കൂടി അധികം ഇഷ്ടപ്പെട്ട ഫ്രൈസാണ്. സാൻഡ്വിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ബർഗർ ലോഞ്ചിലെ സാൻഡ്വിച്ചാണ് ഒന്നുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇതന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ചീസൊക്കെ നല്ലോണം ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഭയങ്കരമായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ്, അതുകൊണ്ട് എനിക്കത് മടുപ്പുണ്ടായിരുന്നില്ല. ഏട്ടനും ഓക്കെയാണ്, ചീസ് ഇഷ്ടമാണ്. അപ്പോൾ അധികം ചീസുള്ളവർ ഇഷ്ടമില്ലാത്തവർക്ക് അത്ര ഇഷ്ടമാവില്ല നമ്മുടെ ഇങ്ങനത്തെ ടൈപ്പ് ഫ്രൈസൊക്കെ. പക്ഷെ എന്തായാലും നമുക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായി, നന്നായി ഫുഡ് കഴിച്ചു. അത് കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞു. പിന്നെ ഇനി രണ്ടാമത് വേറൊരു ഹോട്ടലിൽ പോകണോ, ഇവിടുന്ന് ഓർഡർ ചെയ്യണോ എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്നൊക്കെ ആയിരുന്നു മനസ്സിൽ. പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ടായിരുന്നു, വയറ് ഫുള്ളായി. പിന്നെ ഒരു ജ്യൂസ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജ്യൂസ് എനിക്ക് തോന്നുന്നു ലെമൺ ജ്യൂസ് അങ്ങനെ മറ്റോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചു. പിന്നെ നമ്മൾ ഒന്നും ഓർഡർ ചെയ്യാൻ നിന്നില്ല. ഇതൊക്കെ കഴിച്ച് അവിടെ എത്തുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റെസ്റ്റോറൻറ്റിൽ. പക്ഷേ നമ്മുടെ ഫുഡൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. എവിടുന്നാണെന്നറിയില്ല, അതാ ഇത്രയും ആൾക്കാർ പെട്ടെന്ന് കയറി വന്ന പോലെയായിരുന്നു അവിടെ.
അപ്പോൾ അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഫുഡും നന്നായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു കുറേ കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ എല്ലാവരും വന്നതാണെന്ന് തോന്നുന്നു. അതിന് മുന്നേ ആളെ കാണാത്തപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കൊള്ളില്ലായിരിക്കുമോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ. പക്ഷെ നല്ല ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അവിടെ നിന്ന് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നല്ല കാറ്റും മഴയും. പക്ഷേ ജിത്തുവേണ്ട അവിടെ നേരെ ഇറങ്ങി വെച്ചതെടുക്കാൻ പോകണ പോലെ ഒരു സ്ഥലത്ത് പോയി. ഞാൻ പോയി നോക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകായിരുന്നു കേട്ടോ. ഇവിടെ നല്ല എന്താ പറയുക, ഫ്രഷ് ആയിട്ടുള്ള ഐസ്ക്രീം, നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് യൂസ് ചെയ്തിട്ട് അവരുണ്ടാക്കുന്ന ഐസ്ക്രീമാണ്. അതുകൊണ്ട് തന്നെ അധികം ഫ്രൂട്ടിൻ്റെ ഫ്ലേവറല്ല അവർ ചേർക്കുന്നത്, മെയിൻ നമ്മുടെ ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഫ്രൂട്ടിൻ്റെ കണ്ടൻറ്റ് കുറച്ചും കൂടി കൂടുതലാണ്, ക്രീം കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ആ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് നന്നായി എടുത്തറിയും. എനിക്ക് തോന്നുന്നത് ചെറിയൊരു ഐസ്ക്രീം ആണെങ്കിലും ഇതിന് റേറ്റ് ഉണ്ട്, 35 മറ്റും ആയിരുന്നു. അപ്പം ഞാൻ ഏതാണ് വാങ്ങിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ഇത് കുറച്ച് ദിവസമായി എടുത്തിട്ട് വീഡിയോ, അപ്പോൾ ഏതാ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാളും അത് കഴിച്ച് പിന്നെ അവിടുന്ന് നേരെ ബീച്ചിൽ പോകാൻ വിചാരിച്ചു. അങ്ങോട്ടേക്ക് കടലിലേക്ക് ആക്സസ് ഉണ്ടോന്ന് അറിയില്ല. പോകാൻ പറ്റുമോ? കടല പിന്നെ എന്തിനാ പോകുന്നത്? വേറെ പോകാൻ വേണ്ടേ? നനഞ്ഞിട്ട് വരും. ഓക്കെ. എന്താ അവിടെ പോയിട്ട് ആ ഷെഡിലില്ലേ അവിടെ പോയിട്ട് നിൽക്കാതെ മഴ ആസ്വദിച്ചിട്ട് വരാം, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. രസമില്ല, കൊള്ളില്ല എന്ന് പറയണേ. ഇല്ലെങ്കിൽ എന്നെയും കൂടി ഇവിടത്തേക്ക് അങ്ങോട്ടേക്ക് ഇറക്കിക്കും ഈ മഴയത്ത്. വരുന്നുണ്ടോ? ഒരു 2 മിനിറ്റ്സ് വേണമെങ്കിൽ പുറത്തിറങ്ങിക്കോ. പൊളി വൈബാ. അപ്പം ഞാൻ പോയിട്ട് വൈബ് ചെയ്തിട്ട് വരാം. നനഞ്ഞ് കുളിക്കും. ആ സൈഡിൽ ഭയങ്കര ചളിയാന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ സൈഡിൽ ചാടി ഇറങ്ങാം. എൻ്റെ അപ്പണി അമ്മേ, അയ്യോ കാറ്റ് ലോക്ക് ചെയ്തോ. ഓടാണ്ട് മഴ നനയുന്നു ഫുള്ള്. നനഞ്ഞു പോയിട്ടാ ഫുള്ള്. അയ്യോ, വഴുക്കുന്നുണ്ട് തോന്നുന്നു. അയ്യോ അടിപൊളി. എൻ്റെ അമ്മേ, അയ്യോ അയ്യോ കളിക്കല്ലേ. ഫോണല്ലേ ഇങ്ങനെ ഇളകുന്നേ, ഫോണിങ്ങനെ ഷെയ്ക്കാന്ന്. ജിത്തുവേട്ടാ ഇത് അപകടല്ലേ, ഞാൻ പോന്ന ഞാൻ പാറ പോന്ന നഞ്ഞിട്ട് നോക്കിയടേ.
എങ്ങനെയുണ്ട്? നീ കാറിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിലോ? ഇഷ്ടായിനാ? നീ ഇങ്ങനെ വരച്ചോട്ട് പറയുന്നേ? അവിടെ നിക്കുമ്പോ ഭയങ്കര കാറ്റ്. ഇവിടെ ഇത്ര ഇല്ല കേട്ടാ. ആ കടലിൽ നിന്നുള്ള കാറ്റ് മുഴുവൻ നമ്മളെ മേത്ത് അടിക്കുന്ന പോലെ. സൈഡിൽ തന്നെയുള്ള യേശോഫക്ക് ചിരിക്കുന്ന. എന്റെ സൗണ്ടെല്ലാം മാറി. പറയുന്നില്ല. എനിക്ക് പറ്റൂല ഇറങ്ങാ ഇങ്ങനത്തെ പരിപാടിക്കല്ലോ. പറ്റും, പക്ഷെ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇത് ഫോൺ വരെ ഷെയ്ക്കാവുന്നു കാറ്റത്ത്. ഒറ്റക്ക് വരണം. ഒറ്റക്കാ വിട്ട തന്നെ ഞാൻ. അതൊക്കെ ഞാൻ മുന്നേ ഒറ്റക്ക് കൊറേ ഇരിക്കലുണ്ട്. കൊറേ ആയി വന്നിട്ട്. ശരിക്കും ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം, പക്ഷെ നമ്മൾ ഫുൾ പ്ലാൻഡ് ആയിരിക്കണം. എന്തെന്ന് ഞാൻ ഇട്ട ഡ്രസ്സ് ഒന്നാമത്തെ എന്താ പറയാ അടി വരെയുള്ളത്, പിന്നെ സ്ലീവ്ലെസ്സും, പിന്നെ മുടി ഫുൾ പറിച്ചിട്ട് കൂട്ടിനി. എൻ്റെ അമ്മ നനഞ്ഞ കുഴപ്പമില്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. ആരാ പറഞ്ഞേ? ചാറിലടിച്ചാ പോരെ, കൊറേ സമയം നിന്നാ അത് നനയല്ലേ തന്നെയല്ലേ. ഇരിക്കാൻ അടിപൊളിയാന്ന് ആ വെള്ളത്തില്. നിങ്ങളെ തലയിലൊന്നും നനഞ്ഞിട്ടുണ്ടേ? കച്ചയോ? ആക്കോ വേണ്ട. ഇനി ഇങ്ങോട്ടാ? നീ വീട്ടിലേക്കാ? സമയത്രേ? 10 മണിക്കുള്ളിൽ എത്താം. എന്റെ മോഹന്റെ സൗണ്ട് എനക്കൊന്ന് ഒച്ച എടുത്തിട്ട് പോയതാ. ഒരിക്കൽ കൂടി വരേത്തോട്ടാ. ഡ്രസ്സെല്ലാം അതിന് സൂട്ടാവുന്ന ഡ്രസ്സൊക്കെ ഇട്ട് പാട്ട് നമ്മളെ മറ്റേ സ്പീക്കറിൽ എടുത്തിട്ട് വരാം കേട്ടോ. പാട്ടെല്ലാം നിങ്ങൾക്ക്